നമസ്കാരം. പകൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടി നിർത്തിയതിന്റെ ക്രെഡിറ്റ് തട്ടാനുള്ള അന്താരാഷ്ട്ര മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂട്ടത്തിൽ ആരാണ് കേമൻ എന്ന് തെളിയിക്കാനുള്ള മത്സരം. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. അതായത് ഏപ്രിൽ 22-ന് പകൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ തകർത്തു തരിപ്പണമാക്കിയിരുന്നു. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള കനത്ത തിരിച്ചടിയായതോടെ പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായതും അതിനായി ഇന്ത്യയുടെ കാൽക്കൽ മാപ്പ് പറഞ്ഞ് കരഞ്ഞ് കാലുപിടിച്ച് അടിയറവ് പറഞ്ഞതും. എന്നാൽ ഈ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് തട്ടാൻ അന്നേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പയറ്റാത്ത അടവുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ അതിനെല്ലാം ഇന്ത്യ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. എന്നാൽ ഇന്ന് ട്രംപ് നടന്ന അതേ വഴി സ്വീകരിച്ച് എത്തിയിരിക്കുകയാണ് ചൈന. അതായത് പാകിസ്ഥാന് ആയുധം കൊടുത്ത് ഇന്ത്യയെ തകർക്കാൻ ആവുന്നത്ര ചൈന ശ്രമിച്ചു. എന്നാൽ ആ തന്ത്രമൊക്കെ പാളിയതോടെയാണ് ഇപ്പോൾ വെള്ളരിപ്രാവിന്റെ വേഷത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷം തീർത്തത് തങ്ങളാണ് എന്ന വാങ്ങിയുടെ വാദം. എന്നാൽ ഈ വാദം ഇന്ത്യ പാടെ തള്ളിക്കളയുമ്പോൾ മറ നീക്കി പുറത്തു വരുന്നത് ചൈനയുടെ ഇരട്ടത്താപ്പാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ മെയ് 10-ന് നിലവിൽ വന്ന വെടിനിർത്തൽ രണ്ടു രാജ്യങ്ങളിലെയും സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നേരിട്ടുള്ള ചർച്ചയിലൂടെയാണ് സാധ്യമായതെന്നും മൂന്നാം കക്ഷിക്ക് അതിൽ ഒരു പങ്കുമില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് ഉറപ്പിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ ബീജിംഗ് മുൻകൈയെടുത്തു എന്ന് സ്ഥാപിക്കാനായിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ ശ്രമം. പലസ്തീൻ, ഇസ്രായേൽ, ഇറാൻ ആണവ പ്രശ്നം എന്നിവയ്ക്കൊപ്പം ഇന്ത്യ പാക് സംഘർഷത്തിലും തങ്ങൾ മധ്യസ്ഥത വഹിച്ചു എന്നായിരുന്നു അവകാശവാദം. സമാധാനം നിലനിർത്തുവാനുള്ള ചൈനീസ് സമീപനം വഴിയാണ് മെയ് മാസത്തിലെ സംഘർഷം ലഘൂകരിച്ചതെന്നായിരുന്നു വാങ്ങിയുടെ വാദം. വടക്കൻ മ്യാൻമാർ, ഇറാൻ ആണവ പ്രശ്നം, പലസ്തീൻ, ഇസ്രായേൽ വിഷയങ്ങൾ, കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള സമീപകാല സംഘർഷം എന്നിവ ഉൾപ്പെടെ ചൈന മധ്യസ്ഥത വഹിച്ചതായും അദ്ദേഹം അവകാശപ്പെടുന്ന മറ്റു ചില പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞു. ചൈനയുടെ ഈ അവകാശവാദത്തെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് ഇന്ത്യ കണ്ടത്. മെയ് 10-ന് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇരു രാജ്യങ്ങളിലെയും സൈനിക ഡയറക്ടർമാർ ജനറൽമാർ നേരിട്ട് നടത്തിയ ചർച്ചയുടെ ഫലമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ ചൈനയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ യാതൊരു പങ്കുമില്ല എന്നും ഇന്ത്യ ആവർത്തിച്ചു വ്യക്തമാക്കി. വാങ്ങി സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംഘർഷ സമയത്ത് ചൈന സ്വീകരിച്ച നിലപാടുകൾ ഇതിന് വിരുദ്ധമായിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന വെടിവയ്പ്പിനിടെ പാകിസ്ഥാന് ചൈന രഹസ്യമായി സൈനിക സഹായം നൽകിയതായും റിപ്പോർട്ടുണ്ട്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ 11 സൈനിക താവളങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തെ സ്വന്തം ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു ലബോറട്ടറിയായി ചൈന ഉപയോഗിച്ചിരുന്നു എന്നും കരസേന ജനറൽ രാഹുൽ ആർ സിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന 81% ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമാണ്. ഇതെല്ലാം പാകിസ്ഥാന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇന്ത്യയെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നിട്ടാണ് ഇപ്പോൾ നിലപാട് മാറ്റം.